ആ ഇനി താലി കെട്ടാം. രാജീവേ, വെറുതെ കൺഫ്യൂഷൻ അടിക്കണ്ട. നിനക്ക് ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജയന്തിയുടെ കഴുത്തിൽ താലി കെട്ടണം. നമ്മളിതൊക്കെ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാ. നടക്കട്ടെ, മുഹൂർത്തം തെറ്റിക്കണ്ട. ആ ഇനി രണ്ടുപേർക്കും പരസ്പരം മാല ചേർത്താം. രാജീവേ, മാല ഇട്ട് കൊടുക്കാൻ. ഇട്. ആ ഇനി ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ രണ്ടുപേരും ദേവിയെ നന്നായി പ്രാർത്ഥിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. തിരുമേനി. ആ അതെ, ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ചാൽ മാത്രം പോരാ. എത്രയും വേഗം ചെന്ന് അഖിലാണ്ടേശ്വരിയുടെ കാലി വീഴണം. അവരാ കാലുകൊണ്ട് എത്ര ചവിട്ടിയാലും തൊഴിച്ചാലും പിടിവിടാതെ കെട്ടിപ്പിടിച്ചേക്കണം. എങ്കിലേ ഇനി രണ്ടുപേർക്കും ജീവനോടെ ഇരിക്കാൻ പറ്റൂ. ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ചാൽ മാത്രം പോരാ. എത്രയും വേഗം ചെന്ന് അഖിലാണ്ടേശ്വരിയുടെ കാലി വീഴണം. അവരാ കാലുകൊണ്ട് എത്ര ചവിട്ടിയാലും തൊഴിച്ചാലും പിടിവിടാതെ കെട്ടിപ്പിടിച്ചേക്കണം. എങ്കിലേ ഇനി രണ്ടുപേർക്കും ജീവനോടെ ഇരിക്കാൻ പറ്റൂ. നടക്ക്. കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കേ. അഖിലാന്റി, ഞങ്ങളോട് ക്ഷമിച്ച് അനുഗ്രഹിക്കണം. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? വെറും ഒരു മന്ദബുദ്ധിയെ പോലെ ഇരുന്നിട്ട് ഞാൻ കല്യാണിക്കുറപ്പിച്ച ചെറുക്കനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു. താലികെട്ടി കല്യാണ വേഷത്തിൽ എന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു. ഇല്ലെങ്കിൽ കൊന്നു തള്ളിയനെ രണ്ടെണ്ണത്തിനെ. ഭഗവാനേ, രണ്ടെണ്ണത്തിനും ജീവൻ തിരിച്ചു കിട്ടി. ഭാഗ്യം. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. വിലാസിനെ, ഇതിന്റെ എല്ലാം പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം. സഹദേവന് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ നീ എന്ന സ്ത്രീ. അയ്യോ അല്ല ചേച്ചി,
സത്യമായിട്ടും ഞാനും ഈ തട്ടിക്കൊണ്ടു പോകലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ വിശ്വസിക്കണം. ചേച്ചി കമ്മീഷണറെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടിട്ടാ ഞാൻ ഇവളെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തത്. അപ്പോഴാ രാജീവിനെ തട്ടിക്കൊണ്ടു പോയ കാര്യം ഞാൻ അറിയുന്നത് തന്നെ. ഈ വിഷയം ചേച്ചി അറിഞ്ഞ ഇവളെ കൊന്നുകളയൊന്ന് ഭയന്നിട്ടാ ഞാൻ ഇവരുടെ കല്യാണം നടത്തി വെച്ചത്. നീ എന്തിനാ രാജീവിനെ കിഡ്നാപ്പ് ചെയ്തത്? അത് കല്യാണിയോടുള്ള ദേഷ്യം കൊണ്ട് അവളുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാ ഞാൻ. അല്ല രാജീവ്, നിന്നെ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇവിടെ തന്നെ നീ എന്തിനാ കല്യാണം കഴിച്ചത്? ഒരാണ് ചെയ്യുന്ന പ്രവൃത്തിയല്ലല്ലോ അത്. രാജീവേ, ഇപ്പൊ എല്ലാരും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇനി തുറന്നു പറഞ്ഞോ? അത് ജയന്തി രാജീവിനെ ആളുകളെ വെച്ച് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് തന്നെ രാജീവ് കല്യാണിയെ താലി കെട്ടാൻ താല്പര്യമില്ലാതെ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എളമ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ രാജീവിന് താല്പര്യമില്ലായിരുന്നു. അതേന്ന്. രാജീവേ, ഈ പറഞ്ഞത് സത്യമാണോ? ചോദിച്ച കേട്ടില്ലേ? ഈ കല്യാണത്തിന് രാജീവിന് താല്പര്യമില്ലായിരുന്നു എന്ന്. രാജീവിന്റെ ഈ നിൽപ്പും മട്ടും ഒക്കെ കണ്ടാൽ ഇവർക്ക് സംശയം തോന്നില്ലേ? ഭയക്കാതെ നീ എന്നോട് പറഞ്ഞ പോലെ അവരോടും തുറന്നു പറ, എല്ലാവരും അറിയട്ടെ. ശരി, എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം. കല്യാണിയെ കണ്ട നാള് മുതല് രാജീവിന് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ കല്യാണിക്ക് ആദ്യം മുതലേ ഈ കല്യാണത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. അവൾ ഒരുപാട് പ്രാവശ്യം താല്പര്യക്കേട് പറഞ്ഞിട്ടും രാജീവ് അത് വകവെച്ചില്ല. അവസാനം കല്യാണ ദിവസം മണ്ഡപത്തിലേക്ക് കേറുന്നതിന് മുൻപ് ഈ കല്യാണം നടന്ന ഞാൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്നും രാജീവിന് തന്റെ ശവത്തിലെ താലി കെട്ടാൻ പറ്റുള്ളൂ എന്നും ഒരു പെണ്ണ് പറഞ്ഞാ പിന്നെ ഏത് ചെക്കനാ താലി കെട്ടാൻ നിൽക്കുന്നേ? രാജീവും അതേ ചെയ്തുള്ളൂ. വിലാസിനിയെ എനിക്കത്ര വിശ്വാസമില്ല. അവള് പറയുന്നതും അതെ. രാജീവേ, നീ പറ, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? കല്യാണി ഈ കല്യാണം വേണ്ടാന്ന് നിന്നോട് വന്ന് പറഞ്ഞോ? പറഞ്ഞോ രാജീവേ? കല്യാണി അങ്ങനെ പറഞ്ഞിരുന്നോ? അതെ, വിലാസിനി മേഡം പറഞ്ഞല്ല സത്യം. കല്യാണി, ഈ കല്യാണം വേണ്ടാന്ന് നീ രാജീവിനോട് പറഞ്ഞോ? രാജീവ് ഈ പറഞ്ഞതൊക്കെ സത്യമാണോന്ന്? കല്യാണി, ചോദിച്ച കേട്ടില്ലേ? രാജീവ് പറഞ്ഞൊക്കെ സത്യമാണോന്ന്? കല്യാണി ചോദിച്ചതിന് മറുപടി പറ. അതെ, എല്ലാരും എല്ലാം അറിഞ്ഞു പോയല്ലോ എന്ന സങ്കടത്തിൽ നിൽക്കുന്ന അവള് എന്ത് മറുപടി പറയാനാ? വിലാസിനി, മതി. നീ പറ കല്യാണി, ഇവര് പറഞ്ഞതൊക്കെ സത്യമാണോ? നീയാണോ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്? അതെ മാഡം, ഞാൻ തന്നെ പറഞ്ഞത്. പിന്നിൽ നിന്ന് കഴുത്തറുക്കുകയായിരുന്നല്ലേ നീ? വെറുമൊരു അടുക്കളക്കാരി എന്നുപോലും നോക്കാതെ
എന്റെ വീട്ടിലെ കല്യാണം പോലെ ഗ്രാൻഡ് ആയിട്ട് ഈ കല്യാണം നടത്താൻ ഇറങ്ങിത്തിരിച്ച എന്റെ മുഖത്ത് കരിവാരി തേക്കായിരുന്നല്ലേ നീ? എന്നെ പോലുള്ള വിശ്വാസ വഞ്ചകികൾ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുത്. ഇനി മുതൽ നിന്റെ നിഴല് പോലും ഞാൻ കണ്ടേക്കരുത്. ഇറങ്ങിപ്പോ, പോകാൻ. എന്തൊക്കെയാടി നീ കാട്ടിക്കൂട്ടുന്നത്? നിന്റെ ജീവിതം നീ തന്നെ തൊലച്ചില്ലേ? നിന്നെ ഞാൻ, എനിക്കിങ്ങനെ ഒരു മോള് വേണ്ട. നിന്നെ ഞാൻ ദാസേട്ടാ, ഇതൊന്നും എന്റെ മുമ്പിൽ വെച്ച് വേണ്ട. ആദ്യം ഇവളെ ഇവിടുന്ന് കൊണ്ടുപോ. ഇനി മേലിൽ ഇവൾ ഈ വീടിന്റെ പടി കടന്ന് വന്നേക്കരുത്. നീ ഇനിയും എന്താ ഇവിടെ? ഇത് നീ ജനിച്ച വീടോ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന വീടോ അല്ല. ഗെറ്റ് ഔട്ട്. അഖിലാന്റി, നിർത്ത. ഇനി എന്നെ അങ്ങനെ വിളിച്ച ആ പിഴച്ച നാവ് ആർത്തെടുക്കും ഞാൻ. ഇറങ്ങ. ഇത് സത്രമല്ല. കണ്ണി കാണുന്ന നേരും നെറിയും ഇല്ലാത്തവർക്ക് വരാനും പോവാനും. ആന്റി, ഗെറ്റ് ഔട്ട്. എന്താടി, തൃപ്തിയായല്ലോ അല്ലേ? അച്ഛൻ ഒരുപാട് വിശ്വാസമായിരുന്നു എന്റെ മോളെ. പക്ഷേ എല്ലാം നീ നശിപ്പിച്ചു. നിന്റെ മുഖം വാടിയിരുന്നപ്പോ അച്ഛൻ മാറി മാറി ചോദിച്ചിരുന്നല്ലോ ഈ കല്യാണത്തിന് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോന്ന്. അപ്പൊ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇങ്ങനെ കോമാളിയാക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും ഞാൻ മിണ്ടരുത്. നീ എന്നെ ചതിക്കായിരുന്നു. എന്നെ മാത്രമല്ല, അഖില മേഡത്തിനെ. സത്യം പറഞ്ഞ നീ ഇപ്പൊ എന്റെ മോളാന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാ. അറപ്പ്.
കല്യാണം കഴിഞ്ഞു പോകുമ്പോ വീടും വീട്ടിലുള്ളവരും പിരിഞ്ഞു പോകേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഓരോന്ന് കാണിച്ചു കൂട്ടിയത്. ഇനി ആ വീട്ടിൽ കാല് കുത്തരുതെന്ന് പറഞ്ഞപ്പോ സമാധാനമായല്ലോ നിനക്ക്. എടി, അന്നം തരുന്ന കൈക്കാ കുത്തിയത്. ദൈവത്തെ പോലെ കാണേണ്ട മാഡത്തിന്റെ അന്തസ്സും അഭിമാനം എല്ലാം കളഞ്ഞു കുളിച്ചു. അതോരോന്നും വീണ്ടും വീണ്ടും ഓർക്കുമ്പം എനിക്ക് നിന്നെ നോക്ക്. ഇനി എന്നെ അച്ഛാന്ന് വിളിക്കരുത്. എനിക്ക് നിന്നെ കാണണ്ട. സ്ഥിരം ചെയ്യുന്നൊരു കലാപരിപാടി ഉണ്ടല്ലോ, അതുപോലെ എവിടെ ഇറങ്ങിപ്പോക്കോ. ഞാൻ വരില്ല അന്വേഷിക്കാൻ. അത്രയ്ക്ക് വെറുത്തുപോയി നിന്നെ ഞാൻ. നാശം പിടിച്ച ജന്മം. ഇനി ഇരുന്ന് കരഞ്ഞിട്ട് എന്താ ഫലം? ചേച്ചിക്ക് മേഡത്തോട് എല്ലാം തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? ചേച്ചിയുടെ കല്യാണം മുടക്കാൻ ചേച്ചി എന്തിനാ രക്ഷിക്കുന്നത്? ഈ കല്യാണത്തിന് ചേച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് അവര് കള്ളം പറഞ്ഞപ്പോ ചേച്ചി എന്തിനാ സമ്മതിക്കാൻ പോയത്? അതുകൊണ്ട് എന്താ ലാഭം? ഒരു ലാഭമില്ല. അവരൊക്കെ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല അനിയൻകുട്ട. ദൈവം ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അവര് തമ്മിൽ കല്യാണം കഴിക്കാനാ വിധി. അങ്ങനെ കരുതാനാ എനിക്കിഷ്ടം. അതൊക്കെ ശരി തന്നെയാ. ആരാരെയോ കെട്ടട്ടെ. അതിന് ചേച്ചി എന്തിനാ കുറ്റം മുഴുവൻ ഏറ്റെടുത്തത്? അതുകൊണ്ടല്ലേ മേഡം ഇനി ആ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞത്. അച്ഛൻ സങ്കടപ്പെട്ട് പോയത് കണ്ടില്ലേ ചേച്ചി? ഇതൊക്കെ എന്തിനായിരുന്നു? എനിക്കറിയില്ല അനിയൻകുട്ട. നീ പറഞ്ഞത് ശരി തന്നെയാ. അവരൊക്കെ കള്ളം പറഞ്ഞാലും ഞാൻ പറയുന്നതേ മാഡം വിശ്വസിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോഴും ഞാൻ പേടിച്ചത് ഒരൊറ്റ കാര്യം ഓർത്താ. പണ്ട് അനിയൻകുഞ്ഞ് പറഞ്ഞ കാര്യം. തോക്കുള്ള വീടായത്. എന്നെ ബലിയാടാക്കി അവർ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ പറഞ്ഞ മാഡം ചിലപ്പോ രാജീവ് സാറിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞാലോ? തോക്കുള്ള വീടായത്. എന്നെ ബലിയാടാക്കി അവർ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ പറഞ്ഞ മാഡം ചിലപ്പോ രാജീവ് സാറിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞാലോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. ഒരു പെണ്ണിന്റെ താലി ഞാനായിട്ട് പൊട്ടിച്ചെറിയണോ? ഇല്ല, ഞാനായിട്ട് അത് ചെയ്യാൻ പാടില്ല അനിയൻകുട്ട. അതിനേക്കാളും നല്ലത് മാഡത്തിന്റെ വെറുപ്പും അച്ഛന്റെ ശാപവും വാങ്ങിക്കുന്നതാ. അതിന്റെ വേദനയും പൊള്ളലും ഞാൻ അനുഭവിച്ചോളാം. അതെന്റെ വിധിയാ, തലവിധി. കരയണ്ട ചേച്ചി, കരയണ്ട. അല്ലെങ്കിൽ നടക്കേണ്ടതാ നടന്നതെന്ന് കരുതിയാ മതി. എനിക്കും ഈ കല്യാണം അത്രയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. ചേച്ചിയുടെ ഭർത്താവാനുള്ള യോഗവും ഭാഗ്യമൊന്നും ആ രാജീവിനില്ല. അത് മറ്റൊരാൾക്കാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതിയാ മതി.